അന്തർജനവും നമ്പൂതിരിയും ഇല്ലത്തെത്തിയപ്പോൾ രാത്രി 1 മണി കഴിഞ്ഞിരുന്നു. ഇല്ലത്തിനോട് സമീപമുള്ള ചാവടിയിലായിരുന്നു കുഞ്ഞനന്തനും ഓമനയും താമസിച്ചിരുന്നത്. കുഞ്ഞനന്തൻ വരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്നു. നമ്പൂതിരി കയ്യിൽ കരുതിയിരുന്ന തലയണയുമായി തലയണ കുഞ്ഞനന്തന്റെ മുഖത്തമർത്തി മരണം ഉറപ്പിച്ചു. അതിനുശേഷം ഓമന തന്റെ കുഞ്ഞുമായി കിടന്നിരുന്ന മുറിയിലേക്ക് സാവിത്രി കടന്നു ചെല്ലുന്നു. സാവിത്രിയുടെ കയ്യിൽ വിഷം നിറച്ച ഒരു ഗ്ലാസ് വെള്ളവും ഉണ്ടായിരുന്നു. ഓമന കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും സാവിത്രി ബലം പ്രയോഗിച്ച ആ വിഷം ഓമനയുടെ ഉള്ളിലേക്ക് എത്തിച്ചു. കേശവൻ നമ്പൂതിരി ഇരുവരെയും കിണറ്റിലേക്കെറിഞ്ഞ ശേഷം കിണർ ഒരു ഇരുമ്പ് പലക വെച്ച് അതിന്റെ മേൽഭാഗം മൂടുന്നു. മാത്രമല്ല, കുഞ്ഞനന്തൻ വാങ്ങിച്ചു വെച്ച ആ പാവയും നമ്പൂതിരി കിണറ്റിന്റെ സമീപത്തേക്ക് വലിച്ചെറിയുന്നു. അടുത്ത പ്രഭാതം പുതിയൊരു വാർത്തയുമായായിരുന്നു പൊട്ടിയുണർന്നത്. ഓമനയും കുഞ്ഞനന്തനും ഇല്ലത്തെ 20 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും മോഷ്ടിച്ചുകൊണ്ട് നാടുവിട്ടു. ഇന്നലെ കുഞ്ഞിനെ കുടുംബക്ഷേത്രത്തിൽ തൊഴിയിക്കാൻ വന്നപ്പോഴാണ് ഈ മോഷണ വിവരം തങ്ങൾ അറിഞ്ഞതെന്നും തന്റെ വിശ്വസ്തരെ മോഷണക്കേസിൽ കുരുക്കാൻ തങ്ങൾക്ക് കഴിയുന്നില്ലെന്നും അവർ തങ്ങൾക്ക് അത്രയേറെ പ്രിയപ്പെട്ടവരായിരുന്നു എന്നും നമ്പൂതിരി പറഞ്ഞു. ഇതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.